ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് അനിയന്മാരെയും അനിയത്തെയും അവിടെ ഇട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ചതിയാണ് എന്നോട് ചെയ്ത്, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയാൻ പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴത്തേക്കും കവിത എന്ന് പറഞ്ഞ പെങ്കൊച്ചിൻ്റെ ഫോണ് സുഭാഷിൻ്റെ നമ്പറിലേക്ക് വരുന്നേ. അപ്പോഴത്തേക്കും നിധിയുടെ നമ്പറിലേക്ക് വരുന്നു. നിധി എന്നിട്ട് ഓടിച്ചെന്ന് ഫോൺ എടുത്തു. നോക്കുമ്പോഴേ കവിത സുഭാഷ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നിധിക്ക് ഒന്നും എടുക്കാനോ സംസാരിക്കാനോ പറ്റുന്നില്ല. ഒന്ന് പകച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആ കുട്ടിയായിരിക്കുമല്ലേ വിളിക്കുന്നതെന്ന് ചോദിച്ചു സുഭാഷ്. ഈ കാര്യം അറിഞ്ഞ ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങ് പോന്നതാണെന്ന് സുഭാഷ് ഇവരോട് പറയാം. അവിടെ ഇരിക്കാനേ പിന്നെ എന്നെക്കൊണ്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ കോള് റിങ് ചെയ്ത് കട്ടായി. ആരും എടുക്കണില്ല. പിന്നെ അത് വിളിക്കുക. അപ്പം ഇതെന്താ വിവരമൊന്നും അതിനും അറിയത്തില്ലല്ലോ. അപ്പം പെങ്കൊച്ച് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ സുഭാഷ് നിധിയോട് ഫോണിങ് തരാൻ പറഞ്ഞു. സുഭാഷ് എന്നിട്ട് ഫോൺ വാങ്ങിച്ചു. കോൾ അറ്റൻഡ് ചെയ്യുവാണ്. ഹലോ ഞാൻ സുഭാഷാണെന്ന് പറഞ്ഞു. അതെ എന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നതാ. അത് ശരിയല്ല എന്നുള്ള കാര്യം എനിക്കറിയാമെന്നും സോറി എന്നും സുഭാഷ് കവിതയോട് പറയൂ കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ആകെ പേടിച്ച് വരച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി. ഇയാൾ പറയുന്നത് കേട്ട് എനിക്കവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്ന് സുഭാഷ് ഇങ്ങനെ കവിതയോട് പറയുന്നേ. പിന്നെ എന്തു പറഞ്ഞിട്ടാണോ ആദ്യം ഈ കല്യാണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞത്, ആ കാരണത്തിന് ഇപ്പോഴും ഒരു മാറ്റം ഇല്ല എന്ന് സുഭാഷ് ആ പെങ്കുച്ചനോട് പറയുക. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സുധീഷൊക്കെ. ഈ വീട് വിട്ട്, എൻ്റെ അനിയന്മാരെ വിട്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് സുഭാഷ് ആ പെങ്കുച്ചനോട് പറഞ്ഞു. അതും അന്തം വിട്ടിങ്ങനെ പോയി. നിധിയും ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഞാൻ അങ്ങനെ വരുമെന്ന് കരുതുകയും വേണ്ട. സോറി കവിത, ബുദ്ധിമുട്ടിച്ചതിൽ സോറി. പിന്നെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എൻ്റെ അനിയന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവർക്ക് വേണ്ടിയും ഞാൻ തന്നോട് സോറി പറയാം കേട്ടോ. ഇത് നടക്കില്ല എന്ന് വീട്ടിൽ പറഞ്ഞേക്കാനും സുഭാഷ് പറഞ്ഞു. ഓക്കെയും പറഞ്ഞു. ഫോണും അങ്ങ് കട്ട് ചെയ്തു. ഹലോ എന്ന് പറഞ്ഞു കവിത അങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ ഫോൺ കട്ട് ചെയ്തിട്ട് സുഭാഷ് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക എല്ലാവരോടുമായിട്ട്. അപ്പോൾ അനിയന്മാരൊന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം സുഭാഷ് ചേട്ടൻ്റെ പറച്ചിൽ കേട്ടാൽ ഞങ്ങൾ സുഭാഷ് ചേട്ടൻ്റെ നാശം ആഗ്രഹിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് തോന്നുമല്ലോ എന്ന് സുധീഷ് അന്നേരം പറഞ്ഞു. ചേട്ടൻ അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പം നികേഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ, ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് മാറിയാൽ ഈ കല്യാണം നടക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടെന്നറിയാവോ എന്ന് നികേഷ് സുഭാഷിനോട് പറയുവാണ്. സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് പോയാലേ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കുമെന്നും പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത് തന്നതെന്ന് നികേഷ് പറയണു. അപ്പോൾ ഇവർ 3 പേരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. സോറി ഏട്ടാ, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ദിവസം കഴിയുന്തോറും എൻ്റെ ഉള്ളിലെ പേടി കൂടി വരുമായിരുന്നു എന്നും ഏട്ടനില്ലാതെ ഈ വീട്ടിൽ എനിക്ക് കഴിയാൻ പറ്റില്ല ഏട്ടാ എന്ന് പറഞ്ഞു. സോറി ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് സുഭാഷിനെ കെട്ടിപ്പിടിച്ചൊരു ഒറ്റ കരച്ചിലാണ്. ഈ വീടിൻ്റെ ഒത്തൊരുമയും സ്നേഹവും അത് തകർക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് സുഭാഷ് പറയുവാണ്. ഇത് നാട്ടുകാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ 4 പേരും ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഇത് നമ്മുടെ വീടാകുന്നത് എന്ന് സുഭാഷ് എല്ലാവരോടുമായിട്ട് പറയണം. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ കല്യാണം നടത്താൻ ഇറങ്ങിയിരിക്കുന്നു എന്നും പറഞ്ഞ് സുഭാഷ് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പം നിധിക്കും ഭയങ്കര സങ്കടമായി. അങ്ങനെ സുഭാഷ് ഭയങ്കര ദേഷ്യപ്പെട്ടിങ്ങനെ എന്നാൽ പിന്നെ ഡ്രൈവർ പണി നിർത്തിയിട്ടേ നാട്ടിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്തൊക്കെ ചെയ്താലാണ് കല്യാണം നടക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ബ്യൂറോ നീ അങ്ങ് ആരംഭിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുഭാഷ് സുധീഷിന് പറഞ്ഞു കൊടുക്കുക. വീട് വിട്ടു പോകേണ്ടവർ, നാട് വിട്ടു പോകേണ്ടവർ, ഈ രാജ്യം തന്നെ വിട്ടു പോകേണ്ടവർ, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ നീ ഉണ്ടാക്കുക. അപ്പം എല്ലാം ശരിയാവില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. സുഭാഷ് എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. എൻ്റെ അനിയന്മാരെയും അവരുടെയൊക്കെ ഭാര്യമാരുടെയും കുട്ടികളുടെയും കൂടെ ഈ വീട്ടിൽ തന്നെ സുഭാഷ് ഉണ്ടാകും കേട്ടറാ എന്നും ചോദിച്ചുകൊണ്ട് സുഭാഷ് ഇവരോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇവരൊന്ന് ചിരിച്ചു. നിധിയും ചിരിച്ചു. അങ്ങനെ നിന്നോടും കൂടിയാണ് പറഞ്ഞത് കേട്ടോ, സുഭാഷ് ഏട്ടനെ എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് നിധിയോടും പറഞ്ഞിട്ട് സുഭാഷ് അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ സോറി ചോദിച്ചു. പിന്നെ അനിയന്മാരിങ്ങനെ വന്ന് ഇങ്ങനെ കയ്യും കാലൊക്കെ പിടിക്കുക. അതിന് ശേഷം ഇക്കിളിയൊക്കെ കൂട്ടി അവരുടെ ആ ഒരു ദേഷ്യവും ഇതെല്ലാം മാറി സന്തോഷമായിട്ട് 4 പേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അപ്പം നിധി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക ഇത് കണ്ട് സന്തോഷത്തോടെ. അത് കഴിഞ്ഞ് പിന്നെ അവർ എല്ലാവരും കൂടെ സുഭാഷ് ഒഴികെ ബാക്കി എല്ലാവരും കൂടെ ഉമ്മറത്ത് ഇങ്ങനെ കൂടിയിരിക്കുക. ഈ കള്ളം സുഭാഷ് ഏട്ടൻ കണ്ടുപിടിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു എന്ന് നീതി പറഞ്ഞു കേട്ടോ. വേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പം സുഭാഷ് ഏട്ടൻ അറിഞ്ഞാൽ കല്യാണം നടക്കില്ല, എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതിയിട്ടില്ല നമ്മളങ്ങനെ പറഞ്ഞതെന്ന് സുധീഷ്. അങ്ങനല്ല, എപ്പോഴെങ്കിലും സുഭാഷ് ഏട്ടൻ അറിയുമെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പോഴെങ്കിലും സുഭാഷ് ഏട്ടൻ അറിഞ്ഞത് നന്നായെന്ന് നിധി അന്നേരം പറയുക. ഈ കാര്യം കല്യാണം കഴിഞ്ഞിട്ടാണ് സുഭാഷ് ഏട്ടൻ അറിയുന്നതെങ്കിലോ എനിക്കത് ആലോചിക്കാനേ പറ്റുന്നില്ല എന്ന കാര്യം നിധി പറയുകയാണ്. നല്ലതിന് വേണ്ടിയാണെന്നും പറഞ്ഞ് നമ്മൾ സുഭാഷ് ഏട്ടനെ വലിയ പ്രശ്നത്തിൽ കൊണ്ടെത്തിച്ചേനെന്നും പറഞ്ഞു. അപ്പോൾ ഇത് മറിച്ച് കല്യാണം വരെ കൊണ്ടുപോകാമെന്നുള്ളൊരു ഐഡിയ സുധീഷേൻ്റെ ആയിരുന്നില്ലേ, വെറുതെ അല്ലാന്ന് ഹരീഷ് പറഞ്ഞു. എടാ ഹരീഷ്, എല്ലാവരും കൂടെ കൂട്ടി നിന്നിട്ട് എന്നെ മാത്രം അവസാനം തള്ളി പറയരുത് കേട്ടോ. പിന്നെ ഇനി അത് പിടിച്ച് നിങ്ങളാരും തുടങ്ങണ്ട. സുഭാഷ് ഏട്ടൻ എവിടെയെന്ന് നിധി ചോദിച്ചു. അപ്പോൾ അകത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ദേഷ്യത്തിലായിരിക്കുമെന്ന് നിധി ചോദിച്ചപ്പം ദേഷ്യമൊന്നും ഉണ്ടാവത്തില്ല, അപ്പം നടന്നതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നുണ്ടായിരിക്കും, അത്രേ ഉള്ളൂ എന്ന്
ഹരീഷ് പറഞ്ഞു. അപ്പോൾ സുഭാഷേട്ടൻ്റെ കാര്യം വിട്ടേക്ക്, അതൊക്കെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി സുഭാഷിനെ കാണാൻ അകത്തേക്ക് ചെല്ലുക. നിധി അങ്ങ് നടന്നു പോവുമല്ല, ഒരു ഓടിളകി അങ്ങ് വീഴുന്നു. അതും നിധി അങ്ങ് ഒരു കാലെടുത്ത് വെക്കുകയും തൊട്ട് പുറകിലാണ് ഓട് ഇളകി വീഴുന്നത്. തലനാരിഴയ്ക്കാൻ നിധി രക്ഷപ്പെട്ടത്. അമ്മേന്ന് പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ ചെവി പൊത്തി അങ്ങ് പിടിച്ചപ്പോഴത്തേക്ക് ശബ്ദം കേട്ട് അവർ ഓടിച്ചെന്നു. എന്താ? അപ്പോഴത്തേക്ക് സുഭാഷ് അകത്തുണ്ടായിരുന്നു. സുഭാഷും ഇറങ്ങി വന്നു. എന്താ പറ്റിയേ? അപ്പം നിധി ഇങ്ങനെ നിൽക്കുക. അപ്പം അച്ഛനും ഇറങ്ങി വന്നു. എന്താ പറ്റിയെന്ന് ചോദിച്ചു. എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പം നിലത്ത് നോക്കിയപ്പോൾ ഓട് ചെതറി കിടക്കണം. ഓഹ്, സമാധാനമായി. എൻ്റെ പൊന്നെ, നിലവിളി ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ചുവരിടിഞ്ഞ് താഴെ വീണെന്നാണെന്ന് അച്ഛൻ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അന്തം വിട്ട് അച്ഛനെ എല്ലാവരും ഇങ്ങനെ നോക്കുക. അച്ഛൻ്റെ ഡയലോഗ്, ഇതൊരു ഓടിൻ്റെ കഷ്ണമല്ലേ, ഒരു സെക്കൻഡ് മുന്നേ ആയിരുന്നെങ്കിൽ അത് നിധിയുടെ തലേ വീണേനെന്ന് സുധീഷ് അന്നേരം പറയുക. മോളെ നിന്റെ ദേഹത്തുമെല്ലാം വീണു ചോദിച്ചു സുഭാഷ്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ പിന്നിലെ വീണുള്ളൂ, ഒന്നും പറ്റിയില്ല എന്ന് നിധി പറയാം. അപ്പോഴേക്കും ഇവർക്കൊക്കെ ഭയങ്കര ടെൻഷനായിപ്പോയി. ശരി, എവിടേക്കെങ്കിലും മാറി നിന്ന് സംസാരിക്കാൻ പറഞ്ഞു. അടുത്ത ഓടിന് നേരെ തലയിൽ വീഴാനുള്ള ചാൻസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനകത്തേക്ക് കയറിപ്പോയി. അച്ഛനകത്തേക്ക് പോയപ്പോൾ എന്തൊരു ഗതികേടാ, ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് മൊത്തം പ്രശ്നം, ഒന്നും നന്നാക്കാൻ പറ്റത്തുമില്ലല്ലോ എന്നും പറഞ്ഞു പറയാം. ഒരു ദിവസം കിടന്ന് ഉറങ്ങുമ്പോഴേ മോന്തായി അങ്ങനെ തന്നെ തലയിൽ വന്ന് വീഴും, അപ്പുറേ അറിയുള്ളൂ എന്നും പറഞ്ഞിട്ട് സുധീഷ്. അപ്പോൾ ഒന്ന് പോടാ, അപ്പോൾ ഇതൊക്കെ ഒരു വീടാണോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധീഷ് പറയാട്ടോ. അപ്പോൾ സുഭാഷ് ഏട്ടൻ മേസ്തിരി അല്ലേ എന്ന് ചോദിച്ചു. ഒരാഴ്ച കൊണ്ട് നേരാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് നിധി ചോദിച്ചു. ഞാൻ വന്ന അന്ന് മുതൽ കാണുന്നതല്ലേ, ഒരുപാട് പണികൾ ഇവിടെ ചെയ്യാനില്ലേ എന്ന് ചോദിച്ചു. മൊത്തമായിട്ട് അടിച്ചു നിരത്തി പുതിയതായിട്ട് പണിയാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മെയിൻ്റെനൻസ് എങ്കിലും നടത്തിക്കൂടെ എന്ന് ചോദിച്ചു നിധി. അപ്പോൾ അതൊക്കെ വലിയ കഥയായിട്ടെത്തി എന്ന് പറഞ്ഞു കേശ്. എത്ര തവണ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്, അവർ സമ്മതിക്കണ്ടേ? അപ്പോൾ ആരാ സമ്മതിക്കണ്ടേ എന്ന് ചോദിച്ചു നിധിയെ. അതുപോലെ ഈ വീടിൻ്റെ പേരിൽ കോടതിയിൽ ഒരു കേസ് നടക്കുകയാണെന്ന് പറഞ്ഞു. കേസോ? എന്ത് കേസാണെന്ന് ചോദിച്ചു നിധി. അത് പിന്നെ ഈ വീട് ഞങ്ങളുടെ തന്നെയാണ്, പക്ഷേ വല്യച്ഛനും അമ്മായിയും ഇതിൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. അതെങ്ങനെ സാധ്യമാകും? വീട് നിങ്ങളുടെ പേരിലല്ലേ എന്ന് ചോദിച്ചു നിധിയെ. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നതിന് അവർക്ക് നാണക്കേടാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീട് ഒഴിഞ്ഞു പോകണമെന്ന്. എന്തൊക്കെ ഈ പറയുന്നേ? അങ്ങനെയൊക്കെ കേസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മോളെ, ആ കേസ് ഇത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നും പറഞ്ഞിട്ടാ. പിന്നെ കൈമാറി വന്ന വീടും പുരയിടം അല്ലേ. അപ്പോൾ അച്ഛൻ്റെ അവകാശം അച്ഛൻ നേരത്തെ കൈപ്പറ്റിയതാണെന്നുള്ളതാണ് ക്ലീൻ. പിന്നെ ഇപ്പം ഈ വീടിന്മേൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലേ അപ്പം അവർ ഉടക്കുമായിട്ട് വരും. പിന്നെ വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി ഞങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് സുഭാഷ് നിധിയോട് പറയാം. അവരങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അവർ വെറുതെ ഇരിക്കില്ല മോളെ. കോടതി വിധി വരുന്നത് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ലഹള കൂട്ടും. അപ്പം നിങ്ങളിതുവരെ കേസിന് പോയിട്ടില്ലേന്ന് ചോദിച്ചു നിധി. വക്കീലിനെയൊക്കെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിധി ചോദിച്ചു. അല്ല, ഈ വീട് ആരുടെ പേരിലാന്ന് ചോദിച്ചു. അത് അച്ഛൻ എഴുതി കൊടുത്തതാന്ന് പറഞ്ഞു. അതിൻ്റെ രേഖയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉണ്ട്. അല്ലടാ, ഉണ്ടെന്നാ തോന്നുന്നേ എന്നും പറഞ്ഞ് നിൽക്കണു. അച്ഛൻ്റെ പേരിലാണെന്ന് രേഖയുണ്ടെങ്കിൽ പിന്നെ അവരുടെ വാദം ഒന്നും നിൽക്കില്ല. നിങ്ങളൊരു വക്കീലിനെ കണ്ട് വാദിച്ചാൽ കേസ് ഉറപ്പായിട്ടും ജയിക്കുമെന്ന് നിധി അന്നേരം പറയാം. അപ്പോൾ ഇവരിങ്ങനെ നോക്കൂ കേട്ടോ. അത് പിന്നെ മോളെ, കുറേ നാൾ മുൻപ് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു കേസുണ്ടെന്നും പറഞ്ഞ് ലെറ്റർ വന്നിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. വല്യച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോകും. ഞങ്ങൾ പോകണ്ടെന്ന് കരുതി മിണ്ടാതിരിക്കും. അപ്പം അങ്ങനെ കേട്ടിരുന്ന് ഇത് സത്യത്തിൽ ഇത് ഞങ്ങളുടെ അല്ല അവരുടെ വീടാണെന്നുള്ള തോന്നലായി ശരിക്കും എന്ന് ഹരീഷ് പറയാം. അപ്പം നിങ്ങളെന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താന്ന് നിധി ചോദിച്ചു. അതൊക്കെ വിട്, നമുക്ക് നോക്കാമെന്നേ. രാവിലെ ഞാനേ ഈ പട്ടിക ശരിയാക്കി ഓട് വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ചെയ്താൽ മതിയോ? വീടിൻ്റെ കേസ് ഒന്നും ശരിയാക്കണ്ടേന്ന് നിധി സുഭാഷിനോട് ചോദിച്ചു. അപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് കേട്ടോണ്ട് അതെ ഇനി ഇവിടെ നിന്ന് മാറി നിന്നില്ലെങ്കിലേ അടുത്ത കാര്യം മൊത്തത്തിൽ വന്ന് താഴെ വീഴും കേട്ടോ, മാറിയിക്ക എന്നും പറഞ്ഞു. അപ്പോൾ അത് വീണോട്ടെ. അതിനു മുൻപ് ഒരു കാര്യം പറയാൻ നിധി അച്ഛനോട് പറയണം. എന്താ? ഈ വീട് അച്ഛൻ്റെ പേരിലാണോ എന്ന് ചോദിക്കുമ്പം അച്ഛൻ അതേന്ന് പറഞ്ഞു. ഇതെൻ്റെ അച്ഛൻ പണ്ട് എനിക്ക് തന്നതാണെന്നൊക്കെ പറയുമ്പോൾ ആണോ, എന്നിട്ടെന്താ വല്യച്ഛനും അമ്മായും കേസ് കൊടുത്തിരിക്കുന്നതെന്ന് നിധി ചോദിക്കുക അച്ഛനോട്. അപ്പോൾ അത് കേട്ടപ്പം അച്ഛൻ്റെ പേരിലുള്ള വീട് വിൽക്കുന്നതെന്ന് രേഖ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം അത് എൻ്റെ പേരിലൊരു രേഖയൊന്നുമില്ല. ഇല്ലേ? അത് പിന്നെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ഇന്ന ഭാഗം ഇന്നാർക്കെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിൽപ്പത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് എവിടെയെങ്കിലും കാണുമായിരിക്കും, ഓർമ്മയൊന്നുമില്ല എന്ന് അച്ഛൻ പറയാം കേട്ടോ. നോക്കണമെന്നും പറഞ്ഞു. പിന്നെ നമുക്ക് നോക്കാം, ഇപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ നമുക്കോ എന്നാ ചോദിച്ചുകൊണ്ട് സുധീഷ് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ സുഭാഷ് ഏട്ടൻ അറിയാമോ എന്ന് നീതി ചോദിച്ചു. ഇല്ല, അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാവോ? അല്ല, അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആർക്കും ഒന്നും അറിയില്ല അല്ലേ എന്ന് ചോദിച്ചു. നിധി ദേഷ്യപ്പെട്ടു. ഹരീഷിനെ നേരെ നോക്കിയപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാൾക്കും അറിയില്ലെന്നോ?
ഞങ്ങൾ ആരും ഇത് ആലോചിച്ചിട്ടില്ല ഏട്ടത്തി എന്ന് ഹരീഷ് പറഞ്ഞു. നിങ്ങളുടെ വീട് നിങ്ങളുടെ കയ്യിലാണെന്നുള്ള രേഖയുണ്ടെങ്കിൽ ഏത് കോടതിയിലും നിങ്ങൾക്ക് ഇതുമായിട്ട് പോത്തില്ലേ? അതെ, നമ്മളെന്താ അത് നേരത്തെ ആലോചിക്കേണ്ടിരുന്നതെന്ന് ഹരീഷ് ചോദിച്ചു. അത് ശരിയാണല്ലോ അല്ലേ? എന്നിട്ട് അത് ഇപ്പോഴാണോ ആലോചിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, അച്ഛൻ പറഞ്ഞതുപോലെ 4 പേരും കൂടി ഇതിനടിയിൽ വന്ന് നിന്ന് മുകളിലോട്ട് നോക്കി നിൽക്കുക. എപ്പോഴാണ് വീഴുകയെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു നിധി. എന്ന് പറഞ്ഞു നിധി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അനീത്തിയും ചേച്ചിയും ഒക്കെ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ മുകളിലോട്ട് നോക്കി 4 പേരും അവിടെ നിൽക്കുക. പിറ്റേ ദിവസം രാവിലെയായി. സുഭാഷ് അടുക്കളയിൽ തിരക്കിട്ട് ജോലി ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ നിധി അങ്ങോട്ടേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആയി, മോള് കഴിച്ചോളാൻ പറഞ്ഞു സുഭാഷ്. ഞാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് നിധി ചോദിച്ചപ്പം ഒന്നും വേണ്ട, എല്ലാം റെഡിയാണെന്ന് സുഭാഷ് പറയാം. അങ്ങനെ അവരത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നിധിയെന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അടുക്കളയിൽ നിധി നിൽക്കുന്നത് കണ്ടു. ഇന്നെന്താ കാപ്പിക്ക്? ദോശയും ചമ്മന്തി ഉണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ വെറൈറ്റി കൂസാനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറയാം. എന്നീ ദോശ ഇതന്നെ ഉണ്ടാക്കിയിട്ട് സുഭാഷ് ചേട്ടൻ മടുക്കുന്നില്ലേ സുഭാഷ് ചേട്ടാ എന്ന് സുധീഷ് ചോദിക്കാം. എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കിക്കൊണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ നേരെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി വയ്ക്കും. അപ്പം നിനക്ക് എന്താ വേണ്ടതെന്ന് പറയാം, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് സുധീഷിനോട് പറയണു. അപ്പോൾ സുഭാഷ് ചേട്ടൻ എന്തൊക്കെ അറിയാം, നിനക്ക് എന്തൊക്കെ വേണ്ടതെന്ന് പറ എന്ന് പറഞ്ഞ് 2 പേരും ഇങ്ങനെ നിൽക്കുമ്പം അതെ എനിക്കൊരു പിസ്സ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അല്ല പാസ്ത അല്ല വേറെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം അതെ സുഭാഷ് ചേട്ടൻ അറിയാവുന്ന ഫുഡൊക്കെ സുഭാഷ് ചേട്ടൻ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇഡലി ഇടിയപ്പം പുട്ടും ഒക്കെ ആയിരുന്നല്ലോ, എന്താ എല്ലാം നിങ്ങളെല്ലാവരും വെട്ടി വിഴുങ്ങുകയും ചെയ്തല്ലോ എന്ന് നിധി ഇങ്ങനെ പറയുമ്പം സുധീഷ് പറഞ്ഞ് നിൽക്കുക. ഇന്നലെ ഇന്ന് മാത്രമല്ലേ ദോശയായിട്ടുള്ളൂ, മെനഞ്ഞാന്ന് കഴിച്ച ചോളപ്പുട്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാനില്ല. പിന്നെ പിസയും ഇതൊക്കെ വേണമെങ്കിൽ അവനവൻ തന്നെ ഉണ്ടാക്കി കഴിക്കണം, പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു. വെറുതെ സുഭാഷ് ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഒന്നും നിധി പറയുമ്പോൾ അയ്യടാ ഇതേ ഞങ്ങളുടെ ചേട്ടനാ, ഇയാളെന്താ സുഭാഷ് ചേട്ടനെ അങ്ങ് കുത്തകയ്ക്ക് എടുത്തേക്കുവാണെന്ന് ചോദിച്ചു. ബാക്കിയുള്ളവർക്കൊന്നും പറയാൻ പാടില്ലേ അയ്യടാ എന്ന് പറഞ്ഞ സുധീഷ്. അതെ ഇതേ എൻ്റെ ചേട്ടനാ, എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ പറയും അല്ലേ ഏട്ടാ, ഇനിയും പറയും എന്ന് പറഞ്ഞ സുധീഷ് ചെല്ലുമ്പം അങ്ങനെ പറയാനൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നിധി. അങ്ങനെ തന്നെയാണെന്ന് നിധി. അപ്പം നീ നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു നിധി എന്ന് സുഭാഷ്. ഞാനേ ഈ വാനരന്മാർക്ക് മാത്രമല്ല നിനക്കും ചേട്ടനാണെന്ന് സുഭാഷ് പറയുമ്പോൾ നിധിക്ക് സന്തോഷമായി. എന്ന് പറഞ്ഞു സുധീഷ് ഇങ്ങനെ നിൽക്കുന്നു. ആയിക്കോട്ടെ ശരി ശരി സമ്മതിച്ചു. അതെ കഴിച്ചു കഴിഞ്ഞ് ഇയാൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? വാ പറയാം, ആദ്യം എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാൻ പറഞ്ഞു. പറയാന്നേ ഒന്ന് വന്നേ, ആദ്യം പറ എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു നിധി. അപ്പോൾ സുധീഷ് കോളേജിൽ പോകുന്ന കാര്യം പറഞ്ഞു. എടോ ശരിക്കും ഒരു സർപ്രൈസ് അതാ വാടോ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുക. എന്നിട്ട് അപ്പോൾ ഇതെന്നാ പോലും എന്നോട് മാത്രമായിട്ടൊരു സർപ്രൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുഭാഷ് നിൽക്കുമ്പോൾ സുഭാഷ് ചേട്ടാ വല്ല ഉടായ്പ പരിപാടിയാണെങ്കിൽ വെറുതെ വിടരുത് കേട്ടോ എന്ന് പറഞ്ഞു നിധി. അത് ഞാൻ ഏറ്റന്നേ മോള് ധൈര്യമായിട്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നിധിയെയും കൂട്ടിക്കൊണ്ട് സുധീഷ് പോകും. സുഭാഷ് ചെല്ലും മോളെ എന്ന് പറഞ്ഞ് നിധിയെ പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ ഇവർ 2 പേരും കൂടെ പോകും. അപ്പോൾ നിധി ചോദിച്ചു എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. കോളേജിലേക്കോ? അപ്പോൾ കോളേജിലേക്ക് എന്തിനാ പോണേ? അതൊക്കെ ഉണ്ടെന്നേ, സർപ്രൈസ് ആയില്ലേ എന്ന് ചോദിച്ചു. നിധി അന്തം വിട്ട് ഇങ്ങനെ നോക്കാം. ഇനിയിപ്പോൾ പോകുന്നതുകൊണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ, തൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നും കൂടെ പറഞ്ഞപ്പോൾ നിധിക്ക് വിശ്വസിക്കേണ്ട എന്നൊരു സംശയം. 2 പേരും കൂടെ ചെന്നു. കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ടെൻഷൻ, തനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ, അല്ല അന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷനാണെന്ന് നിധി ഇങ്ങനെ സുധീഷിനോട് പറയാം. അതുപോലെ അല്ലല്ലോ ഇവിടെ നമുക്ക് പോകാൻ സ്വാധീനമല്ലേ എന്ന് സുധീഷ് പറഞ്ഞു. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ കിട്ടുമെന്ന് ചോദിച്ചു. ഇന്നേ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ പ്രിൻറ്റിങ് പ്രസ് അല്ലേ, നമ്മൾ ചെന്ന് ചോദിക്കുന്നു, അവർ അപ്പം തന്നെ അടിച്ച് കൈ തരുന്നു. അത് ചെന്ന് കാര്യം പറയുവാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയും കൂട്ടിക്കൊണ്ട് ആ മേഡത്തിനെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ മേഡം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. മേഡം ഇതാ ഞാൻ പറഞ്ഞ ആൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞു. ഹായ് മേഡം ഒക്കെ തിരിച്ചും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് എന്നോടെല്ലാം പറഞ്ഞിരുന്നു ഇയാളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് റീഅപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം. അപ്പം മേഡം പറഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷം. ഒരു കാര്യം ചെയ്യുക, പാസ് ഔട്ടായ വർഷം, കോളേജിൻ്റെയും കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ്, ID നമ്പർ തുടങ്ങിയ എല്ലാ നമ്പറും ഒരു പേപ്പറിൽ എഴുതി തന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മേഡം അകത്തേക്ക് കയറിപ്പോയി നിധിക്കുള്ള പേപ്പറും കാര്യങ്ങളെല്ലാം കൊണ്ടേ കൊടുത്തു. നിധി അതെല്ലാം എഴുതുവാണ്. പിന്നെ സുധീഷും ആ ചേച്ചിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിധി ഇതെല്ലാം കൊണ്ടേ കൊടുക്കും. അപ്പോൾ മേഡത്തിനോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ സുധീഷിന്. അപ്പോൾ ഇതൊക്കെ കണ്ട് നിധി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. നിധി എന്നിട്ട് ഇതെല്ലാം എഴുതി മേഡത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ അവിടെ നിൽക്കുക. നിധി നേരത്തേനും ഇതെല്ലാം എഴുതി റെഡിയാക്കി. അപ്പോൾ സുധീഷ് എല്ലാം എഴുതിയോന്ന് ചോദിച്ചു. എഴുതിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ മേഡം ഇറങ്ങി വന്നു. മേഡത്തിൻ്റെ കയ്യിലേക്ക് നിധി ഒപ്പൊക്കെ ഇട്ട് അതങ്ങ് കൊടുക്കുക. അപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അടുത്ത ദിവസം വന്നോളൂ, അപ്പോൾ നേരത്തെ ആയി ഞാൻ സുധീഷിനോട് വിളിച്ച് പറഞ്ഞോളാം കേട്ടോ എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ മേഡം, താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ
താങ്ക് യു ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങളുടെ കല്യാണക്കാരെയൊക്കെ സുധീഷിനോട് പറഞ്ഞിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മേഡം ഇങ്ങനെ പറയും. അപ്പം സുധീഷിന് പേടി, എന്താണ് ഇതൊക്കെ ഇവിടെ പറയുന്നതെന്ന് സുധീഷ് ഇങ്ങനെ മനസ്സിൽ പറയാം. കാരണം പേടിയായിപ്പോയി, ഇനി നീതിയുടെ ഇടി മേടിക്കണല്ലോ. അഡ്വഞ്ചറസ് വിവാഹം ആയിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നീതി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ എന്തായാലും അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.